ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ തിരുവനന്തപുരത്തുള്ള വാട്ടർ തീം പാർക്കായ ഹാപ്പി ലാൻഡ് പോകുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് ഇനി 2 മാസമൊക്കെ കഴിയുമ്പം വെക്കേഷനൊക്കെ വരുവാണ്. അപ്പം കുട്ടികളുമായിട്ട് ചേർന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വാട്ടർ തീം പാർക്കാണ് ഹാപ്പി ലാൻഡ്. നമ്മുടെ വണ്ടർലായെ പോലെ ഒത്തിരി റൈഡ്സ് ഒന്നും ഇല്ലെങ്കിലും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഹാപ്പി ലാൻഡ്. ഹാപ്പി ലാൻഡിൽ ഞങ്ങൾ 2 അഡൾട്ടിനും 1 കിഡിനും കൂടെ വന്ന ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2100 രൂപയാണ്. അപ്പം ഹാപ്പി ലാൻഡിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ എത്തിയത് ഒരു 11 മണിയായപ്പം ഹാപ്പി ലാൻഡിൽ എത്തി. ഇവിടെ നമുക്ക് ഡ്രൈ ഏരിയാസിലൊക്കെ ഫോട്ടോസ് അവൈലബിൾ ആണ്. ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാം. പക്ഷേ നമുക്ക് വാട്ടർ പൂളിലോ അങ്ങനെ അതിലൊന്നിലും നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാനായിട്ട് അനുവദിക്കുന്നതല്ല. ഇപ്പം നമ്മൾ ആദ്യം കയറിയത് ഒരു മിറർ ഹൗസിലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്വന്തമായിട്ട് വഴി കണ്ടെത്തി പോകണം. അതാണ് ഇതിൻ്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ. ഫുൾ മിറേഴ്സ് ആണ്. അപ്പൊ നമ്മള് മുമ്പോട്ട് കൈവച്ച് വേണം ഇതിൻ്റെ അകത്തോട്ട് പോകാനായിട്ട്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിച്ചു പൊളിക്കാം. നമ്മളുടെ കുഞ്ഞുങ്ങളും ഇതിൽ ഉണരും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കുറെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാൻ തന്നെ മറന്നുപോയി. കാരണം നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. പക്ഷെ ആദ്യം ഞങ്ങൾ കയറിയത് 5D തിയേറ്ററിലായിരുന്നു. അത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് കയറിയത് ഇതേപോലെ റിവോൾവിംഗ് ആയിട്ടുള്ളൊരു ഇതിലാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ കയറിയ തല ഇറങ്ങി പണ്ടാരം ഇറങ്ങും. ഞാൻ പിന്നെ കണ്ണടച്ചിട്ടാണ് ഞാൻ അങ്ങ് വരെ എത്തിയത്. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് കയറുന്നത് ഈ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ്. അപ്പം അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് ഉള്ള സ്പോട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ഞങ്ങൾ കയറിയത് ഇതേപോലെ ഗോസ്റ്റ് ഹൗസിലാണ്. അത് നല്ല രസമായിരുന്നു. ലൈറ്റ് സൗണ്ടും അതൊക്കെ നല്ല രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെന്റ് ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ പ്രേതങ്ങളൊക്കെ വന്ന് നമ്മളെ പിടിക്കാൻ വരുന്ന കണക്കാത്ത ഒരിതാണ്. അത് നല്ല രസമായിരുന്നു. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഹാപ്പി ലാൻഡ് സ്പോട്ട് പറഞ്ഞില്ലല്ലോ. ഇത് തിരുവനന്തപുരത്ത് വെമ്പായത്താണ് ഹാപ്പി ലാൻഡ്. വെമ്പായം എത്തുമ്പോഴത്തേക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഹാപ്പി ലാൻഡിൽ പോകുന്ന വഴി. നമുക്ക് എളുപ്പത്തിൽ തന്നെ എത്താൻ പറ്റും. ഹാപ്പി ലാൻഡിൽ തന്നെ കഫറ്റീരിയയും അതുപോലെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിലോ സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ഹാപ്പി ലാൻഡിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും ഹാപ്പി ലാൻഡിൽ അനുവദിക്കത്തില്ല. ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ജംഗിൾ സഫാരിയിലാണ്. ഇവിടെ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ആനിമൽസ് ഒക്കെ മൂവ് ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്ന കണക്കത്തെ ഒരു സംഭവം. നമുക്ക് മുതിർന്നവർക്കൊന്നും അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ആനിമൽസ് ഒക്കെ പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ ചാടുന്ന കണക്കത്തെ ഒരു സംഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുകയാണെന്ന് മറന്നുപോയി. ആ ക്യാമറയുടെ ആംഗിളൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഹാപ്പി ലാൻഡിലെ ഡ്രൈ ഗെയിംസിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വെറ്റ് ഗെയിംസ് ഒക്കെയാണ്. വേവ് പൂള് 2:30 എങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യും. 2:30 3:30 എന്തോ ആണ് വേവ് പൂള് സ്റ്റാർട്ട് ആവുന്നത്. അതൊക്കെ നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഫാമിലി പൂള് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി വെറ്റ് ഗെയിംസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടൊന്നും ഞാൻ ക്യാമറ ഒന്നും കൊണ്ടുപോയില്ല. അതെല്ലാം നമുക്ക് അവിടെ തന്നെ സൂക്ഷിക്കാനായിട്ടൊരു കൗണ്ടർ ഉണ്ട്. 300 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കൗണ്ടറിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. 150 രൂപ നമുക്കത് റീഫണ്ട് കിട്ടും ലാസ്റ്റ് നമ്മുടെ ടിക്കറ്റ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഹാപ്പി ലാൻഡ് ട്രിപ്പ്.
വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയതായിരുന്നു. കാരണം ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ +1 എന്തോ ആയിരുന്നപ്പോഴും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞ, ഗെയിംസോ കാര്യങ്ങളോ. വേവ് പൂളൊക്കെ പണിയൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു ഞാൻ പോയത്. പിന്നെ അതിനുശേഷം അങ്ങോട്ട് പോകാനേ തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ വീണ്ടും അത് നന്നായിട്ടൊക്കെ ഇതായി എന്നൊക്കെ അറിഞ്ഞ ശേഷമാണ് ഞാൻ ഇപ്പൊ പോയത്. ഇപ്പൊ നല്ല രസമുണ്ട് കേട്ടോ. വീക്ക് ഡേയ്സിൽ ഇവിടെ ടിക്കറ്റ് നിരക്ക് കുറവാണ്. വീക്കെൻഡ്സ് ആകുമ്പോഴത്തേക്ക് ടിക്കറ്റ് 50 രൂപ എന്തോ വെച്ച് കൂടും. നെക്സ്റ്റ് ഞങ്ങൾ കയറിയത് ഈ ഡാഷിങ് കാറിലാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നല്ല അടിപൊളിയായിരുന്നു. ഓരോരുത്തർ കാർ ഓടിക്കുന്നതാണ് നമ്മളും ചിരിച്ച് ചിരിച്ച് വഴിക്കാവും. ഇനി അടുത്ത് നമ്മൾ പോകുന്നതാണ് വെറ്റ് ഏരിയാസിലോട്ട് പോകുന്നതാണ്. ഞാൻ ഈ ഇവിടെ ഇതുവരെ പോയ ശേഷം പിന്നെ ഞാൻ ക്യാമറയൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് പിന്നെ പോയത്. ഞാൻ അധിക കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്.